ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 58 ലോക്സഭാ സീറ്റ്സ് ടു വോട്ട് ഇൻ ഫേസ് 6 ടുഡേ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പൊ ലോക്സഭാ ഇലക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ന് 58 സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ കഴിയാണ്. പിന്നെ വളരെ ചുരുക്കം സീറ്റുകളിലേക്ക്, എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 50 സീറ്റുകളിലേക്കും കൂടിയാണ് പിന്നീട് ഇലക്ഷൻ ഉള്ളത്. അത് 7th ഫേസിലേക്ക്. അപ്പൊ 6th ഫേസ് ഇന്ന് കഴിയാണ്. അപ്പം ഏതാണ്ട് നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ് ആദ്യത്തത്. രണ്ടാമത്തെ SC ഡിക്ലൈൻസ് ടു ഇഷ്യൂ ഓർഡർ ഓൺ ബൂത്ത് വൈസ് വോട്ടർ ഡേറ്റ എന്ന് പറയുന്ന ന്യൂസ്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടന. ADR ഈ ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടനയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെതിരെയൊക്കെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ആ ഇലക്ട്രൽ ബോണ്ട് സ്കീം തെറ്റാണ് എന്ന് വിധിച്ചു സുപ്രീം കോടതി. ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വിധിച്ചതും ഒക്കെ ADRന്റെ ഇന്റർവെൻഷന്റെ ഫലമായിട്ടാണ്. ഈ ADR പിന്നീടും പല കേസുകളും കൊടുത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയലിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രിന്റ് ഔട്ട്സ് ഉണ്ടല്ലോ, ആ പ്രിന്റ് ഔട്ട്സ് എല്ലാം കൗണ്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ വെറും 5% കൗണ്ട് ചെയ്യാറുള്ളൂ. അത് സുപ്രീം കോടതി തള്ളി. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് തള്ളി. രണ്ടാമത് ഇപ്പൊ സുപ്രീം കോടതി അവർ കൊടുത്ത കേസ് എന്ന് പറയുന്നത് 17C എന്ന് പറയുന്നൊരു ഫോം ഉണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഫോമാണ് 17C. ഈ 17Cയിൽ ബൂത്ത് വൈസ് നടക്കുന്ന വോട്ടിങ്ങിന്റെ അല്ലെങ്കിൽ വോട്ടുകളുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓരോ ബൂത്തിലും ഉള്ള വോട്ടിന്റെ അക്കൗണ്ടാണ് 17Cയിലുള്ളത്. ഈ 17C എന്ന് പറഞ്ഞ വോട്ടിന്റെ ആ ഒരു അക്കൗണ്ടിങ്, ആ ഒരു ടാബുലേറ്റ് ചെയ്ത ആ ഫിഗേഴ്സ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു അടുത്തതായിട്ട് ADRന്റെ ആവശ്യം. അതും ഇന്നലെ സുപ്രീം കോടതി നിരാകരിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല അവർ നിരാകരിച്ചത്. ഇലക്ഷന്റെ ഇടയിൽ ഒരു മാമോത്ത് എക്സർസൈസ് ആണ് ഇലക്ഷൻ നടന്നത്. അതിന്റെ ഇടയിൽ ഇലക്ഷൻ കമ്മീഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ഓൾറെഡി 2019 വേറൊരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിന്റെ വിധി പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് നോക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലുള്ള രണ്ട് ന്യൂസുകൾ. വേറെ ഒന്നും ഫ്രണ്ട് പേജിലില്ല. ഇനി അതിനടുത്ത പേജിലേക്ക് നമ്മൾ പോയാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് ഹരിയാനയിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഹരിയാനയിലെ ഇലക്ഷൻ വേറൊരു പ്രത്യേകതയുണ്ട്. ഹരിയാനയിൽ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഹരിയാനയിൽ ലോക്സഭയിലേക്കുള്ള എല്ലാ സീറ്റുകളുടെ ഇലക്ഷൻ ഇന്നാണ് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേറൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനിയാണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞുകൊണ്ട്, ഹരിയാനയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ. മുമ്പ് അത് മനോഹർ ലാൽ ഖട്ടർ ആയിരുന്നു. അപ്പൊ മനോഹർ ലാൽ ഖട്ടർ മാറി നയാബ് സിംഗ് സൈനി ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ പുള്ളിക്ക് ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ അത് വേണ്ട പറഞ്ഞുള്ളൂ. നയാബ് സിംഗ് സൈനിയാണ് പിന്നീട് ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന എന്ന് പറയുന്നത്. പിന്നെ ബാക്കി സുഖ്വീന്ദർ സിംഗ് സുഖു ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. സുഖ്വീന്ദർ സിംഗ് സുഖു ആരാണ്? ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനി എന്ന് ഞാൻ പറഞ്ഞതുപോലെ സുഖ്വീന്ദർ സിംഗ് സുഖു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് സുഖ്വീന്ദർ സിംഗ് സുഖു എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഷിംലയാണ് ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ. അപ്പൊ സുഖ്വീന്ദർ സിംഗ് സുഖു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ്. ആൻഡ് ഹിമാചൽ പ്രദേശ് ദ ഓൺലി വൺ സ്റ്റേറ്റ് കോൺഗ്രസ് ഈസ് ഗവേണിംഗ് ഇൻ നോർത്ത് ഇന്ത്യ. 2 other states Congress is governing. കോൺഗ്രസ് ഗവൺമെന്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കർണാടകയും തെലങ്കാനയാണ്. Total 3 states are being governed by Congress in India. Only 3 states are being governed by Congress in India. One is in North India and the other 2 states are in South India. The 2 states in South India ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. കർണാടക ആൻഡ് തെലങ്കാന. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയാണ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി ആണെന്നും നമുക്കറിയാം. അപ്പം സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് അപ്പം അവരുടെ വടക്കേ ഇന്ത്യയിലെ ഒരേ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ പറയാനുള്ളത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചും സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ചും ഒക്കെ ഒരു ന്യൂസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ആ ന്യൂസ് നമുക്ക് ആവശ്യമൊന്നുമില്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് BJPയുടെ കോർ അജണ്ടയിൽ ഉള്ള കാര്യങ്ങളിൽ ഒരെണ്ണമാണ്. BJPയുടെ കോർ അജണ്ടകൾ അവര് യൂണിഫോം സിവിൽ കോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. BJPയുടെയും അവരുടെ ഐഡിയോളജിക്കൽ ഫൗണ്ടൻ ഹെഡായ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSSന്റെയും ഏറ്റവും വലിയ കോർ അജണ്ടാസ് ആയിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. അതവർ കംപ്ലീറ്റ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുക, അതവർ ചെയ്തു. ഇനി വേറൊരെണ്ണെന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44 ആണ്. ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്. വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ്?
criminal code is same for all religions in India. If I am a Hindu or if I am a Muslim or if I am a Christian, if I commit a criminal offense, law will be equal for all citizens. അല്ലേ, ഇന്ത്യക്ക് ഞാനിപ്പോൾ ഒരു ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഒരു തെറ്റായ ഒരു കാര്യം ഞാൻ ചെയ്താൽ, ക്രിമിനൽ ഒഫൻസ് ചെയ്താൽ അതിനുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യുവർ succession act will be different from Hindus. If you are a Muslim, your marriage act will be different from Christians. അങ്ങനെ സിഖുകാർക്ക് വേറെ മാരേജ് ആക്ട് ആണ്, സക്സഷൻ ആക്ട് ആണ്, അതുപോലെ ഇൻഹെറിറ്റൻസ് ആക്ട് ആണ്. അപ്പൊ ഇതുപോലുള്ള സിവിൽ നിയമങ്ങളിലെ ഡിഫറൻസ് ഉണ്ട് ഹിന്ദുസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും സിഖുകാർക്കും പാഴ്സികൾക്കും ജൈനമതക്കാർക്കും ബുദ്ധമതക്കാർക്കും ഒക്കെ. അതും കൂടെ സെയിം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അത് BJP പറഞ്ഞേക്കുന്നത് അത് അവർ നടപ്പാക്കുമെന്നാണ്. അവരുടെ മോഡിയുടെ 2 ടൈമിലും നടപ്പാക്കാൻ പറ്റിയില്ല, ഇനി ഒരു 3ാം ടൈം അവർക്ക് ഉണ്ടായാൽ അത് നടപ്പാക്കും. ഇത് തന്നെയാണ് മമതാ ബാനർജിയോട് പറഞ്ഞേക്കുന്നത്. BJP അധികാരത്തിൽ വന്നാൽ അവർ അതൊക്കെ നടപ്പാക്കും, അതുകൊണ്ട് അവർ അധികാരത്തിൽ വരാൻ അനുവദിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അലഹബാദ് ഹൈക്കോർട്ടിന്റെ ഒരു വിധിയെ കുറിച്ചൊക്കെ ഉണ്ട്. അലഹബാദ് ഹൈക്കോർട്ട് എല്ലാവർക്കും അറിയാം ഏത് സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. നമ്മൾ കേരള ഹൈക്കോർട്ട് എന്നേ പറയുള്ളൂ. എറണാകുളം ഹൈക്കോർട്ട് അല്ലെങ്കിൽ കൊച്ചി ഹൈക്കോർട്ട് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മളെ ഹൈക്കോർട്ട് കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈക്കോർട്ടിന്റെ പേര് കേരള ഹൈക്കോർട്ട് എന്നാണ്. പക്ഷെ തമിഴ്നാട് ഹൈക്കോർട്ട് നമ്മൾ പറഞ്ഞ മദ്രാസ് ഹൈക്കോർട്ട് എന്നാണ്, അല്ലേ? മഹാരാഷ്ട്ര ഹൈക്കോർട്ട് നമ്മൾ പറഞ്ഞ ബോംബെ ഹൈക്കോർട്ട് എന്നാണ്. അതുപോലെ UP ഹൈക്കോർട്ട് എന്നല്ല പറയുന്നത്. കേരള ഹൈക്കോർട്ട് നമ്മൾ പറയുമെങ്കിലും അവിടെ UP ഹൈക്കോർട്ട് എന്നല്ല പറയുന്നത്. UPയുടെ ഹൈക്കോർട്ടിന്റെ പേര് അലഹബാദ് ഹൈക്കോർട്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അലഹബാദ് ഹൈക്കോർട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. ദ ഹൈക്കോർട്ട് ഹാവിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് ജഡ്ജസ്. അതാണ് അലഹബാദ് ഹൈക്കോർട്ട്. അലഹബാദ് ഹൈക്കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ളത്. അത് പഠിച്ചു വെച്ചാണ് എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ ഉത്തരാഖണ്ഡിന്റെ ഹൈക്കോർട്ട് നൈനിറ്റാളിലാണ്. ഉത്തരാഖണ്ഡിന്റെ ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നൈനിറ്റാളിലാണ് ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണെങ്കിലും അവിടുത്തെ ഹൈക്കോർട്ട് വരുന്നത് നൈനിറ്റാളിലാണ്. നമുക്കറിയാം കേരളത്തിന്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം അല്ലേ, പക്ഷെ അതിന്റെ ഹൈക്കോർട്ട് എവിടെ ആയിരിക്കുന്നത്? എറണാകുളത്താണ്. അതുപോലെ തന്നെയാണ്. പിന്നെ ഇത്രയുള്ള ആ പേജ് പറയാൻ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് നമ്മൾ 2 എഡിറ്റോറിയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്നത്തെ പത്രത്തിന്. വെൽക്കം ബൗണ്ടി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. വെൽക്കം ബൗണ്ടി. ഈ വെൽക്കം ബൗണ്ടി എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ, ഒരു സെക്കൻഡേ, ഈ വെൽക്കം ബൗണ്ടി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസിഷൻ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള സർപ്ലസ് മണിയിൽ ഏതാണ്ട് 2,11,000 കോടി 2,11,000 crores അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ആ സർപ്ലസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷെ അത് പല രീതിയിൽ സർപ്ലസ് ഉണ്ടാവും, അതെല്ലാം എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഈ സർപ്ലസ് എങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ പോകുന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഈ സർപ്ലസ് ഇപ്പോ പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിന് അതൊരു ബൊണാൻസയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കാപ്പെക്സ് വഴിയാണ്. കാപ്പെക്സ് എന്നുള്ളത് കാപ്പെക്സ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറഞ്ഞത്. കാപ്പെക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വഴിയാണ് ഇന്ത്യയിലെ GDP ഗ്രോത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് കാപ്പെക്സും ഉണ്ട്, ഗവൺമെന്റ് കാപ്പെക്സും ഉണ്ട്. പ്രൈവറ്റ് കാപ്പെക്സ് മീൻസ് പ്രൈവറ്റ് കമ്പനീസ് വിൽ ഇൻവെസ്റ്റ് ഇൻ ഡിഫറെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. പക്ഷെ ആ പ്രൈവറ്റ് കാപ്പെക്സ് ഇപ്പൊ കുറവാണ്. അപ്പൊ ഗവൺമെന്റ് കാപ്പെക്സ് കൂട്ടി, ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടി. ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ആ കാപ്പെക്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് നടത്താൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ പൈസ സഹായിക്കും. കാര്യം കഴിഞ്ഞ വർഷം 83,000 കോടി 83,000 crores ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടിയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പം വിചാരിച്ചത് ഏതാണ്ട് അത്രയൊക്കെ കിട്ടുള്ളതാണ്. അതിന്റെ 2 ഇരട്ടി കൂടുതൽ, ഏതാണ്ട് 3 ഇരട്ടിക്ക് അടുത്തുള്ള എമൗണ്ട് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്ടഡ് ബൗണ്ടി ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ദാറ്റ് വിൽ എയ്ഡ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പുതിയ കമ്മിങ് ഗവൺമെന്റിന്. അത് ഒരു രീതിയിൽ സഹായിക്കും. രണ്ടാമത് വേറെ രീതിയിൽ സഹായിക്കുന്ന വെച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ ഗവൺമെന്റിനെ സഹായിക്കും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
ഇവിടെ റവന്യൂവും എക്സ്പെൻഡിച്ചറും നമ്മൾ ഡിഫറൻസ് ആണ്. സിൻസ് വി ആർ എ ഡെവലപ്പിംഗ് കൺട്രി, അവർ റവന്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ, സോ ദർ വിൽ ബി എ ഡെഫിസിറ്റ്. ദാറ്റ് ഡെഫിസിറ്റ് ഈസ് നോൺ ആസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റ് എന്നാണ് പറയുന്നത്. എപ്പോഴും ബഡ്ജറ്റിൽ ആ ഒരു ലിമിറ്റ് വെച്ചേക്കും. ആ ലിമിറ്റിനകത്ത് പലപ്പോഴും നിൽക്കാറുള്ള പല രാജ്യങ്ങളുടെയും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ദാറ്റ് വിൽ ബി എക്സീഡഡ് ബിക്കോസ് ഓഫ് ദ ഷോർട്ടേജ് ഓഫ് റവന്യൂ. പക്ഷേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യ ഇപ്പോ വച്ചിരിക്കുന്ന ആ ലെവലിൽ തന്നെ നിലനിർത്താനോ അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് കൊണ്ടുവരാനോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സഹായിക്കും ഈ RBIയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേറൊരു ഗുണവും കിട്ടും. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വിത്തിൻ ദ ലിമിറ്റ് നിർത്തുകയോ അല്ലെങ്കിൽ അതിനേക്കാളും താഴേക്ക് കൊണ്ടുവരികയോ ചെയ്താൽ ഇന്ത്യയുടെ റേറ്റിംഗ് കൂടും. ഇപ്പൊ ഓൾറെഡി S&P എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി, S&P വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസിയാണ് S&P, അല്ലെങ്കിൽ മൂഡീസ്, അല്ലെങ്കിൽ ഫിച്ച് എന്നൊക്കെ പറയുന്നത്. ഈ മൂന്നുമാണ് വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസീസ്. ഇതിൽ S&P ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് they will upgrade the rating of India if we can manage the fiscal deficit within the permissible levels. നമുക്ക് പെർമിസിബിൾ ലെവലിനകത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളുടെ റേറ്റിംഗ് എൻഹാൻസ് ചെയ്യും എന്ന് S&P എന്ന് പറഞ്ഞ അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ റേറ്റിംഗ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് നമ്മളുടെ അന്താരാഷ്ട്ര ലെവലിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ എക്കണോമിയിലുള്ള കോൺഫിഡൻസ് കൂടും. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കും, ഫെർദർ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴും ഇന്ത്യയാണ് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ റേറ്റിംഗ് അപ്ഗ്രേഡ് ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഈ RBIക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു ബൊണാൻസ ആയിട്ട് ഈ ഫിസിക്കൽ സർപ്ലസ് RBI ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ആൻസർ ഇവിടെ പറയുന്നുണ്ട്. ആൻസർ അത് ഒരു അസംപ്ഷൻ ആണ്, അതായിരിക്കാം. വരും ദിവസങ്ങളിൽ RBI അതിന്റെ റിപ്പോർട്ട് പറയുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം, RBIയുടെ കയ്യിൽ വലിയ ഇതുണ്ട്, എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്. നമ്മൾ RBIയുടെ ഫംഗ്ഷൻസിൽ ഒന്നായിട്ട് പഠിക്കുന്നത് തന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക, ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക, ഇതെല്ലാം RBIയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ RBIയുടെ മറ്റൊരു ഫംഗ്ഷനാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത്. ചിലപ്പം എക്സാംസിനൊക്കെ ചോദിക്കുക ഹു ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് ചോദിക്കും. അപ്പൊ ആരാണ്? RBI ആണ്. അപ്പൊ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇവര് കീപ്പ് ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അവര് പല രീതിയിൽ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തും. പെട്ടെന്ന് കറൻസിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് രൂപയെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടി ഇവർ ഡോളർ സെല്ല് ചെയ്യും. ഡോളർ സെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഡോളർ ബൈ ചെയ്തിട്ടല്ലേ സെല്ല് ചെയ്യുന്നത്. ബൈ ചെയ്ത് വെച്ചേക്കുന്ന പണ്ട് പല കാലങ്ങളിലായിട്ട് ബൈ ചെയ്തതാ. അപ്പൊ ആവറേജ് ആയിട്ടുള്ള ഒരു ഡോളർ മേടിക്കാൻ ഇപ്പൊ RBIക്ക് കഴിഞ്ഞ കുറെ കാലത്ത് ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഡോളർ മേടിക്കാൻ പല കാലഘട്ടത്തിൽ വാങ്ങിയതായിട്ട് ഒരു 76 രൂപയായി കാണുള്ളൂ ചിലപ്പോൾ ഒരു ഡോളർ മേടിക്കാൻ. ഇപ്പൊ അത് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 83 രൂപയാണ്. അതായത് ഒരു ഡോളർ വിൽക്കുമ്പോൾ ഏതാണ്ട് 7 തൊട്ട് 8 രൂപ വരെ ലാഭം അവർക്ക് കിട്ടിയ. ഇങ്ങനെ ഒരു ഡോളറാണോ വിൽക്കുന്നത്? ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ വിൽക്കുന്നത്. എന്തിന്? രൂപയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അഗൈൻസ്റ്റ് ഡോളർ. അങ്ങനെ ഓരോ ഡോളർ വിൽക്കുമ്പോൾ 7-8 രൂപ വെച്ച് ലാഭം ഉണ്ടാകുന്ന സ്ഥാനത്ത് ബില്യൺസ് ഓഫ് ഡോളർ വിൽക്കുമ്പോൾ ബില്യൺസ് ഓഫ് റുപ്പീസിന്റെ പ്രോഫിറ്റ് അവർക്ക് കൂടെ ഉണ്ടാവുകയാണ്. ഈ എക്കണോമിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് രൂപയുടെ വാല്യൂ നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡോളർ സെല്ലിംഗ് നടത്തണം. രണ്ടാമത് ബാങ്കുകൾക്ക് അവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബാങ്കുകളുടെ ബാങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോൺ കൊടുക്കുമ്പോൾ റിപ്പോ റേറ്റിലാണ് അവർ ലോൺ കൊടുക്കുന്നത്. അപ്പൊ ആ റിപ്പോ റേറ്റിൽ ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾക്ക് ഇപ്പൊ RBIയുടെ കയ്യിൽ നിന്ന് കടമെടുപ്പ് കൂടുതലാണ്. അവർക്ക് ഇപ്പൊ ഒരുപാട് ലോൺസ് ഒക്കെ ബാങ്കുകളിലേക്ക് ആൾക്കാർ ലോൺ എടുക്കാനൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ക്യാഷിന്റെ ആവശ്യം വരും. അപ്പൊ RBIയിൽ ഇപ്പോൾ റിപ്പോ റേറ്റിൽ കൂടുതലായിട്ട് ലോൺ എടുക്കും. അപ്പൊ ഈ റിപ്പോ റേറ്റിൽ നിന്ന് കിട്ടുന്ന RBIയുടെ ലാഭം കൂടി. അതുപോലെ ഓവർസീസ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് RBI ചെയ്യുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലെ ബോണ്ടുകളിലും ഒക്കെ RBI അവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അമേരിക്കയിലെ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയും ഒരുപാട് RBI കിട്ടിക്കാട്ടി. ഇതല്ലാണ് RBIയുടെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഈ വരുമാന മാർഗങ്ങൾ കൂടി ഇപ്പം ആയിരിക്കും എന്നാ പറയുന്നത്. കാര്യം ഇതായിരിക്കും എന്താണ് കാര്യം എന്ന് RBI ഇതായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. ഓക്കെ, ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ ഒരു ബ്യൂട്ടിഫുൾ എഡിറ്റോറിയലാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സദേൺ സോജോൺ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇതെന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. കേരളത്തിലെ കൊച്ചിയിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്.
ഈ മീറ്റിംഗിന്റെ പേര് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് എന്നാണ്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് 46th അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാനം വരെ ഈ മീറ്റിംഗ് കാണും. ഈ മീറ്റിംഗിൽ 46 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 46 ആണെന്ന് തോന്നുന്നു. 60 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 60 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 60 രാജ്യങ്ങളിൽ 29 രാജ്യങ്ങൾ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും താമസിക്കാത്ത, അന്റാർട്ടിക്കയിൽ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഇല്ല, അവിടെ ജനിച്ചു വളർന്ന പോപ്പുലേഷൻ ഇല്ല. അല്ലാതെ അന്റാർട്ടിക്കയിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകൾ അവിടെ എക്സ്പെഡിഷന് പോയി താമസിക്കുന്നുണ്ട്, റിസർച്ചിനൊക്കെ. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഐസ് മാത്രമുള്ള ഒരു പ്രദേശമാണ്. അത് ഇതുവരെയ്ക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത പ്രദേശം ആയതുകൊണ്ട് റിച്ച് ആയിട്ടുള്ള ട്രാവലേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇപ്പൊ അന്റാർട്ടിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യയിലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അങ്ങോട്ട് പോയി തുടങ്ങി. അപ്പം മുമ്പ് ഏതാണ്ട് ഒരു വർഷം 8,000-9,000 ടൂറിസ്റ്റുകൾ മാത്രം വന്നുകൊണ്ടിരുന്ന അന്റാർട്ടിക്കയിൽ ഇപ്പോൾ 1,00,000 കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പൊ ഈ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ അതിൽ 29 കൺട്രീസിന് അന്റാർട്ടിക്കയുടെ അഫയേഴ്സ് എങ്ങനെ വേണം നടത്തിക്കൊണ്ട് പോകാനെന്നുള്ള തീരുമാനം എടുക്കാനുള്ള ചുമതലയുള്ള രാജ്യങ്ങളാണ്. അതിൽ ഒരു രാജ്യം ഇന്ത്യയുണ്ട്. ബാക്കി രാജ്യങ്ങൾ ജസ്റ്റ് ഒബ്സർവർ കൺട്രീസ് ആണ്. ബാക്കി 31 രാജ്യങ്ങൾ അവർക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അവർക്ക് അന്റാർട്ടിക്കൽ അഫയേഴ്സിൽ വേറെ പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒബ്സർവർ ആയിട്ട് ആക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്റാർട്ടിക്കയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ കടന്നുവരവ് റെഗുലേറ്റഡ് ആക്കണമെന്ന്. അല്ലെങ്കിൽ കുഴപ്പം അന്റാർട്ടിക്ക മറ്റ് കോണ്ടിനെന്റ്സിനെ പോലെ ആയിപ്പോവും. മറ്റ് കോണ്ടിനെന്റ്സിലുള്ള ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും മറ്റ് പൊല്യൂഷനും എല്ലാം അവിടെ ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ അത് ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഇപ്പോൾ അവിടുത്തെ സയന്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ റിസർച്ചേഴ്സിന്റെ എണ്ണത്തിന് മറികടക്കുന്ന രീതിയിൽ സഞ്ചാരികളുടെ ഒരു പെരുക്കം അങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്നുള്ള സഞ്ചാരികൾ അങ്ങോട്ടേക്ക് കുറവാണ്, പക്ഷേ ഇന്ത്യ എന്നുള്ള സഞ്ചാരികൾ കമ്മിങ് ഇയേഴ്സിൽ ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യത ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ സ്പെൻഡിങ് പവർ ഭയങ്കര സബ്സ്റ്റാൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പൊ സ്പെൻഡിങ് പവർ കൂടുന്നു. ഇല്ലാത്തവന്റെ ഇപ്പോഴും പൈസ ഇല്ല, പക്ഷെ ഉള്ളവന്റെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ കൊണ്ട് ഈ അന്റാർട്ടിക്കയിലേക്കുള്ള ടൂറിസത്തിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ആയിരിക്കും കൊച്ചിയിൽ നടക്കുന്ന 46th അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതില് 2 ആർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ആർട്ടിക്കിളിന്റെ ഒരു ആവശ്യവും നമുക്കില്ല. അത് വോട്ടർ ടേൺ ഔട്ട് കുറയുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ആർട്ടിക്കിൾ അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചു നോക്കണം. IMECയെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. IMEC എന്ന് പറയുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഒരു പക്ഷേ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഈജിപ്തിലെ സൂയസ് കനാല് വഴിയാണ് ഇപ്പോൾ കപ്പൽ ഗതാഗതം യൂറോപ്പിലും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്നുള്ള കപ്പൽ ഗതാഗതം ഉൾപ്പെടെ ഇന്ത്യ ഇന്നിപ്പം എന്തെങ്കിലും കാർഗോയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഷിപ്പ് വഴി സൂയസ് കനാൽ വഴിയാണ് നമ്മൾ മെയിൻലി പോകുന്നത്. പക്ഷേ ഈ സൂയസ് കനാലിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗൾഫ് രാജ്യങ്ങൾ, UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വഴി ഇസ്രായേലിലേക്ക് കയറും. ഇസ്രായേലിലെ ഹൈഫ എന്ന് പറയുന്നത്, അത് അദാനിയുടെ എല്ലാ തുറമുഖം, ഇസ്രായേലിലെ ഹൈഫയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഗ്രീസ് പോലുള്ള രാജ്യങ്ങൾ വഴി യൂറോപ്പിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ സൂയസ് കനാൽ വഴി പോകുന്നതിനേക്കാളും 30% കോസ്റ്റും കുറയും, 40% ടൈമും കുറയും. അപ്പൊ അതാണ്. പക്ഷേ ഈ ഇത് വരുന്നു, എന്ത്, ഒക്ടോബർ 7 ഹമാസിന്റെ അറ്റാക്ക് ഓൺ ഇസ്രായേൽ വരുന്നു. ആഫ്റ്റർ ദാറ്റ് ഇസ്രായേൽ ബ്രൂട്ടലി ടാർഗറ്റഡ് ഗാസ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ സൗദിക്കും UAEക്കും ഒന്നും ഇസ്രായേലുമായിട്ട് ഇപ്പൊ കൈ പിടിച്ച് ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാര്യം അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ പുറമെ താല്പര്യം ഉണ്ടെങ്കിലും അപ്പൊ അത് പുറമെ കാണിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇസ്ലാമിക് വേൾഡ് മറ്റ് രാജ്യങ്ങളുടെ എല്ലാത്തിന്റെ ഒരു എതിർപ്പ് ഇപ്പൊ ഇസ്രായേലിന് അഗൈൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ പ്രോജക്റ്റ് താമസിക്കുന്നു. ഇത് പക്ഷെ ഇത് വേറൊരു കാര്യം കൂടെ ഇതിലുണ്ട്. BRI എന്ന് പറയുന്ന ചൈനയുടെ പ്രോജക്റ്റ്. BRI ബെൽറ്റ് ആൻഡ് റോഡ്
ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രൊജക്ട്. അത് അറിയാമല്ലോ, ചൈനയുടെ കണക്ടിവിറ്റി പ്രൊജക്ട് ആണ്. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമായിട്ട് പരന്നു കിടക്കുന്ന ചൈനയുടെ $1 ട്രില്യൺ കണക്ടിവിറ്റി പ്രൊജക്ട് ആണ് BRI എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റിന് ഒരു ബദലായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്കയും തീരുമാനിച്ചതാണ്. യൂറോപ്പ് ഫുള്ളല്ല, യൂറോപ്പിലെ ഇറ്റലി, ഫ്രാൻസ് പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അമേരിക്ക, ഇന്ത്യ, UAE, സൗദി അറേബ്യ എല്ലാം ചേർന്നുള്ള BRIക്കുള്ള ബദലായിരുന്നു. പക്ഷെ ഇതിനെ അല്ലാതെ ഈ ഒരു ഒക്ടോബർ 7 അറ്റാക്ക് ഒന്നും ഉണ്ടായില്ലായിരുന്നെങ്കിലും അതിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒമാനിനെ കൂടെ ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ് ഈ പിന്നീട് കപ്പൽ ഗതാഗതം ഈ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഇറാന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ അകത്താ വരുന്നത്. അപ്പം ഇറാന്റെ ഇൻഫ്ലുവൻസിൽ അകത്ത് വരുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഇറാൻ ചിലപ്പോഴത്തേക്കൊക്കെ ഇസ്രായേലി ഷിപ്പുകളെന്ന് അതുവഴി പോകാനൊന്നും പലപ്പോഴും അനുവദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അവോയ്ഡ് ചെയ്തിട്ട് ഒമാൻ വഴി പിന്നീട് ഈ ഒരു IMEC എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഇത് പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. IMECയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചു. നല്ലൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഗ്രൗണ്ട് സീറോ, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. അജിത് ഡോവൽ അദ്ദേഹം ഇന്നലെ BSFന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. BSF നമുക്ക് എല്ലാവർക്കും അറിയാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. CAPFന്റെ ഭാഗമാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. CAPF എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. CAPF എന്താണെന്ന് പറയുന്നുണ്ട് ഇവിടെ. 10 lakh സ്ട്രോങ് CAPF. മൊത്തം 10 ലക്ഷത്തോളം ആൾക്കാരാണ് CAPFിലുള്ളത്. CAPF മീൻസ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. BSF, CRPF, ITBP, CISF, SSB, ആസാം റൈഫിൾസ്. ഇവർ ഇത്രയും ചേർന്നാണ് CAPF എന്ന് പറയുന്നത്. അപ്പൊ CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. എത്രയാണ് അവരുടെ മൊത്തം സ്ട്രെങ്ത്? 10 lakhs. ഇത് എല്ലാം കൂടെ എല്ലാ CAPF അംഗങ്ങളും കൂടെ 10 ലക്ഷം വരും. ആ CAPF 10 ലക്ഷം അംഗങ്ങൾ ഏതിലൊക്കെ ആയിട്ടാണ് കിടക്കുന്ന? BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഒക്കെ സംരക്ഷിക്കുന്നവരാണ്. പിന്നെ ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അത് ചൈനയുടെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ സംരക്ഷിക്കുന്ന ചൈനയും ഇന്ത്യയായിട്ടുള്ള ബോർഡറിൽ ITBP വരുന്നുണ്ട്. SSB സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്ന വേറൊരു ഫോഴ്സ്. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. പിന്നീട് ആസാം റൈഫിൾസ്. പിന്നെ CRPF ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ്. ഇവരൊക്കെ ചേർന്നാണ് CAPF. അപ്പൊ CAPFനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ അജിത് ഡോവൽ ആരാണ്? ഇന്ത്യയുടെ NSA ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ഇന്ത്യയുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവൽ. പിന്നെ അഗ്നിപത് സ്കീമിനെ കുറിച്ച് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഈ അഗ്നിപത് സ്കീമിനെ കുറിച്ച് ഇവിടെ കാണാം. അത് കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വന്നാൽ അവര് അതിനെ അബോളിഷ് ചെയ്യുന്ന പറഞ്ഞുള്ള ഒരു സ്കീമാണ് അഗ്നിപത് സ്കീം. അതിനടുത്ത പേജ് നമുക്ക് വേണ്ട. അടുത്ത പേജില് ഫുള്ള് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയിൽ ഒരു സൈക്ലോൺ വരാൻ പോയാണ്. ബേ ഓഫ് ബംഗാളിൽ ആണ് ഈ സൈക്ലോൺ ഉടലെടുത്തിരിക്കുന്നത്. അത് ബംഗാളിലേക്കായിരിക്കും ആ സൈക്ലോൺ ആദ്യം വരാൻ പോകുന്നത്. അതിന്റെയൊക്കെ ഇമ്പാക്ട് ആയിരിക്കും ഈ മഴയുടെയൊക്കെ ഈ കാഠിന്യം കൂടുന്നതൊക്കെ. സൈക്ലോണിന്റെ പേര് റമാൽ എന്നാണ്. REMAL, റമാൽ എന്ന് പറയുന്ന സൈക്ലോൺ ബേ ഓഫ് ബംഗാളിൽ ഉടലെടുത്തിരിക്കുകയാണ്. റമാൽ. ഓക്കെ, പിന്നീട് ഞാൻ ഇവിടെ ഒരു ടെമ്പിളിന്റെ പേര് പറയാം. ടെമ്പിൾ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. മാതാ വൈഷ്ണോ ദേവി ടെമ്പിൾ. മാതാ വൈഷ്ണോ ദേവി ടെമ്പിൾ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. വൈഷ്ണോ ദേവി ടെമ്പിൾ കാശ്മീരിലാണ്. വൈഷ്ണോ ദേവി ടെമ്പിൾ. ഞാൻ ഇന്നലെയും കാശ്മീർ മീൻസ് ജമ്മുവിലാണ് വൈഷ്ണോ ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞ ജമ്മുവില്. അമർനാഥ് കാശ്മീരിലുമാണ്. ഹിന്ദുയിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറെ പിൽഗ്രിം പ്ലേസസിന്റെ പേര് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഇതിന് നാലിനെയും കൂടെ ചേർത്ത് എന്താ പറയും? ചാർദം എന്ന് പറയും. അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ്. അത് ഉത്തരാഖണ്ഡിലാണ്. കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ ജമ്മുവിലുള്ള ഒരു ടെമ്പിളാണ്, ഹിന്ദു ടെമ്പിളാണ് വൈഷ്ണോ ദേവി. കാശ്മീരിലുള്ളത് അമർനാഥ് പിൽഗ്രിമേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ശിവലിംഗം ആണ്, ഒരു കേവ് ടെമ്പിൾ ആണ്. അതായത് ശിവലിംഗം ഐസിലുണ്ടാവുന്ന ഒരു സ്ഥലമാണ് അമർനാഥ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനാണ് ഇവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജ് ആണ്. ബിസിനസ് പേജില് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം
ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രഡിക്ഷൻസ് ആണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉടനെ കുറയും എന്നൊക്കെയുള്ള. ഇൻഫ്ലേഷൻ ഓൾറെഡി ഇപ്പോൾ 4.83% ഉള്ളൂ, അത് കംഫർട്ടബിൾ ലെവലിലാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഇൻഫ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഫ്ലേഷനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന ഉള്ളതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് ചുരുക്കി പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് CPI വെച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചാണ്. അപ്പൊ അത് 4.83% ആണ് ഇപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 4.83% ആണെന്നാണ്. ഇതിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്യും. ഇതിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള രണ്ട് ഇൻഫ്ലേഷൻ ആണ് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷൻ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഫുഡിന്റെ പ്രൈസസും ഫ്യൂലിന്റെ പ്രൈസും. അപ്പം ഇത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഫ്ലേഷൻ ആണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർ ഇൻഫ്ലേഷൻ വളരെ വളരെ കംഫർട്ടബിൾ ആണ് ഇന്ത്യയിൽ. ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനോട് ചേർത്തുള്ള ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും വിത്തിൻ ദ കംഫർട്ട് സോൺ ആണ്. കാര്യം 6% താഴെ ആയിരിക്കണം എന്നേ പറയുന്നുള്ളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നൗ ഇറ്റ് ഈസ് 4.83%. സോ ഇറ്റ് ഈസ് ഇൻ കംഫർട്ട് സോൺ. ബട്ട് ദ പ്രോബ്ലം ഈസ് ദ 4.83% ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ comes mainly from food inflation. ആ 4.83% കംഫർട്ടബിൾ ആണെങ്കിലും ആ 4.83% ഉണ്ടാക്കുന്ന മെയിൻലി ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. അത് ഭയങ്കര ത്രെട്ടാണ്. ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ പാവപ്പെട്ടവർ അത് ബാധിക്കും. അതാണ് പ്രശ്നം. അപ്പൊ ആ ഫുഡ് ഇൻഫ്ലേഷൻ വരും ദിവസങ്ങളിൽ കുറയുന്ന കാരണം. കാര്യം ഇന്ത്യയിൽ ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് മൺസൂൺ അല്ലെങ്കിൽ നോർമൽ മൺസൂൺ ഉണ്ടാവുന്ന പറയപ്പെടുന്നത്. അപ്പം മൺസൂൺ ബെറ്റർ ആയിട്ടുണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മളെ കൃഷിയെ നന്നായിട്ട് അത് സഹായിക്കും. അപ്പം നമുക്ക് നല്ല അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ കുറയും. അത് മാത്രമല്ല റാബി ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റാബി ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വീറ്റിന്റെയും ഒക്കെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇത് പറയുന്നത്. പിന്നെ കണ്ടോ, ഇന്ത്യയിലെ ബാങ്കുകളിൽ പൊട്ടിപ്പൊളിഞ്ഞിടത്തൊരു ബാങ്കാണ് IOB. അവര് പോലും 88 പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. IOB പോലും ഇപ്പൊ അവരൊക്കെ ലാഭത്തിലായി. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ 100 കണക്കിന് ബ്രാഞ്ചുകൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ബാങ്ക് ടെസ്റ്റുകൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഇനി നല്ല കാലമായിരിക്കും. ഒരുപാട് പുതിയ റിക്രൂട്ട്മെന്റ് വരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ 15,000 പേരാണ് ഈ വർഷം പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. IOB ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കാൻ, പ്രൈവറ്റൈസ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചേക്കുന്ന ഒരു ബാങ്കാണ്. കാര്യം അത്രത്തോളം നഷ്ടത്തിലായിരുന്നു ആ ബാങ്ക് കഴിഞ്ഞ 10-12 വർഷമായിട്ട്. ആ ബാങ്ക് പോലും പുതുതായിട്ട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് വളർന്നു. നല്ലതാണ്. നമുക്ക് PAT എന്നൊരു ഷോർട്ട് ഫോം ഉണ്ട്. പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ് PAT. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറർ ആണ് അശോക് ലെയ്ലൻഡ്. അത് അറിഞ്ഞിരിക്കും. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറർ ഈസ് ടാറ്റ. കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ ട്രക്സും ലോറിയൊക്കെ അല്ലേ, അതൊക്കെയാണ്, ബസ്സും ഒക്കെ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ടാറ്റ മോട്ടോഴ്സും സെക്കൻഡ് അശോക് ലെയ്ലൻഡും ആണ്. അശോക് ലെയ്ലൻഡ് എന്ന് പറയുന്നത് ഹിന്ദുജ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വമ്പൻ ബിസിനസ്മാൻമാരിൽ ഒരാളാണ് ഹിന്ദുജ ബ്രദേഴ്സ്. അവരെ ഏറ്റവും വലിയ കമ്പനി അശോക് ലെയ്ലൻഡ്. പിന്നെ നമുക്കറിയാം ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് ഒക്കെ ഇല്ല, അതെല്ലാം അവരെയാണ്. പിന്നെ ഹിൻഡാൽകോ, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു അലൂമിനിയം കമ്പനിയാണ് ഹിൻഡാൽകോ. അവരെ കുറിച്ച് ഇവിടെ കാണാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോടെക്നോളജി കമ്പനിയാണ് ബയോകോൺ. വലിയ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇതില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇവിടെ കാണാം. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. യൂറോപ്യൻ യൂണിയന് ഒരു കമ്മീഷണറും യൂറോപ്യൻ യൂണിയന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് യൂറോപ്യൻ കൗൺസിലും വേറൊന്ന് യൂറോപ്യൻ കമ്മീഷനും. യൂറോപ്യൻ കൗൺസിലും യൂറോപ്യൻ കമ്മീഷനും. യൂറോപ്യൻ കമ്മീഷന്റെ ചീഫ് ഉർസുല വോണ്ടർ ലെയൻ ആണ്. ഉർസുല വോണ്ടർ ലെയൻ ആണ് യൂറോപ്യൻ കമ്മീഷന്റെ ചീഫ്. യൂറോപ്യൻ കൗൺസിലിന്റെ ചീഫ് എനിക്ക് തോന്നുന്നു ചാൾസ് മൈക്കലോ അങ്ങനെ എന്തോ ആണ്. അത് നോക്കിക്കോളെ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഒരു മൈക്കലാണ്, ചാൾസ് മൈക്കൽ എന്നങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. ഓക്കെ, അത് നോക്കിക്കോളെ. യൂറോപ്യൻ കമ്മീഷന്റെ ഉർസുല വോണ്ടർ ലെയൻ. യൂറോപ്യൻ യൂണിയന്റെ 2 ഘടകങ്ങളാണ് യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ്. പിന്നെ അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലേയി. അർജന്റീനൻ പ്രസിഡന്റ് ആണ് ജാവിയർ മിലേയി. ഇതാണ് അർജന്റീനയുടെ പ്രസിഡന്റ്.
ഇത് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പെഡ്രോ സാഞ്ചസ്. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ വലിയ ശത്രുക്കളായിരുന്നു, അർമേനിയയും അസർബൈജാനും വലിയ ശത്രുക്കളായിരുന്നു. ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കിടയിൽ. മെയിൻലി അത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു റീജിയന്റെ പേരിലാണ്, നഗർണോ കരാബക്ക് എന്ന് പറഞ്ഞ റീജിയൻ. നഗർണോ ഒരു ഹൈഫൻ ഇട്ടിട്ട് കരാബക്ക്. ഈ റീജിയന്റെ പേരിലാണ് ഇവർ തങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അർമേനിയയുടെയും അസർബൈജാന്റെ ഇടയിൽ. പക്ഷെ ഇപ്പൊ നഗർണോ കരാബക്ക് ഇപ്പൊ അസർബൈജാന്റെ ആണ് ആക്ച്വലി. അവരിപ്പോ അത് പിടിച്ചെടുത്തു. ഇപ്പൊ അർമേനിയ അസർബൈജാനും തമ്മിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചില വില്ലേജസ് ഒക്കെ അങ്ങോട്ടും കൈമാറ്റമൊക്കെ ചെയ്ത്. പിന്നെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചത് ഇതുവരെയ്ക്കും ഫൗൾ പ്ലേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നോർമലി ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ഇറാൻ പറഞ്ഞേക്കുന്നു. ചോപ്പർ ക്രാഷ്, അതിനെ കുറിച്ചുള്ള ന്യൂസ്. പിന്നെ ICJ ഓർഡേഴ്സ് ഇസ്രായേൽ ടു ഹാൾട്ട് റാഫ ഒഫൻസീവ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഞാനിപ്പോ എല്ലാ ദിവസവും ഇപ്പൊ ഇസ്രായേലിന് ഈ ICJയുടെ കയ്യിൽ നിന്നും ICCയുടെ കയ്യിൽ നിന്നും സ്ഥിരം പണി മേടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഇസ്രായേൽ മാത്രമല്ല ഹമാസിനും ഉണ്ട്. പക്ഷെ ഹമാസ് അതൊരു പ്രശ്നമല്ലല്ലോ, ഹമാസുകാർക്ക് അതൊരു പ്രശ്നമല്ല. അവരൊരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആണ്. ഇസ്രായേൽ ഈസ് എ ലെജിറ്റിമേറ്റ് കൺട്രി, ഒരു സോവറൻ കൺട്രി. അവർക്കാണ് നാണക്കേട്. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററിനെയും വാർ ക്രിമിനലായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇത് രണ്ടും UN-ന്റെ കോർട്ടുകളാണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ഇതിന്റെ രണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവര് ICCയും ICJയും ഇപ്പൊ ICJ പറഞ്ഞേക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് റാഫേലുള്ള ഇസ്രായേലിന്റെ അറ്റാക്ക് അവസാനിപ്പിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ICJയുടെ കയ്യിൽ നിന്നും ICCയുടെ കയ്യിൽ നിന്നും അവർക്ക് ഇത്തരത്തിലുള്ള പണികൾ കിട്ടുന്നുണ്ട്. പിന്നെ തൈവാനെ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ചൈന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാണ്. പിന്നെന്താണ്, പിന്നെ ഇവിടെ പ്രത്യേകിച്ചും പറയാലോ, ഒരു ഡാം പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ മ്യാൻമറിലാണ് ആ പ്രോജക്റ്റ് വരുന്നത്. അതായത് ഇന്ത്യയിലല്ല, മ്യാൻമർ എന്ന് പറഞ്ഞ വേറൊരു രാജ്യത്താണ്. അത് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് വരുന്നത്. മിഡ്സോൺ എന്ന് പറഞ്ഞൊരു ഡാമാണ് അത്. മിഡ്സോൺ MYITSONE മിഡ്സോൺ ഡാം. അത് മ്യാൻമറിലാണ്. അത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF 2018 ഈ ഒരു പ്രോജക്റ്റ് നടപ്പാവുകയാണെങ്കിൽ ഒരുപാട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ട് ആ പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് പോകാനാണ് മ്യാൻമറിലെ പട്ടാള ഭരണകൂടം ശ്രമിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജ് ഇവിടെ ഒന്നും പറയാനില്ല. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ IPL-ന്റെ ഫൈനലായി. IPL-ന്റെ ഫൈനൽ ആരൊക്കെ തങ്ങളിലാണെന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ്. അത് ആ ഒരു ന്യൂസ് കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ PV സിന്ധു മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സെമിയിൽ കയറി. അതൊന്നും വേണ്ട. രോഹൻ ബൊപ്പണ്ണ പഠിച്ചു വെച്ചേക്കണം. രോഹൻ ബൊപ്പണ്ണ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ ഈ ഇടയ്ക്ക് വിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 43 വയസ്സുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിന്നറാണ്. ഇപ്പൊ ഫ്രഞ്ച് ഓപ്പണിൽ മത്സരിക്കാൻ പോയാണ്. ഞാൻ പറഞ്ഞു റൊളാൻ ഗാരോസിൽ വെച്ച് ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണെന്ന് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആള് ആരാണെന്ന് ചോദിച്ചാൽ അത് റാഫേൽ നദാലാണ്. ഫ്രഞ്ച് ഓപ്പൺ സ്ഥിരമായിട്ട് വിൻ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? റാഫേൽ നദാലാണ്. പക്ഷേ റാഫേൽ നദാൽ ഇപ്പം നല്ലൊരു ഫോമിലല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം റാഫേൽ നദാൽ വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും റൊളാൻ ഗാരോസ് അവിടെ വെച്ചാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ വിംബിൾഡൺ വരും. റൊളാൻ ഗാരോസിലെ ഫ്രഞ്ച് ഓപ്പൺ കഴിയുമ്പോൾ വിംബിൾഡൺ വരും. വിംബിൾഡൺ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അത് കഴിയുമ്പോൾ US ഓപ്പൺ. അത് US-ലാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന റൊളാൻ ഗാരോസ് ഫ്രഞ്ച് ഓപ്പൺ ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ജയ്ഷായെ കുറിച്ചൊരു ന്യൂസ് കാണാം. ജയ്ഷ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ജയ്ഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ BCCI ഉണ്ടല്ലോ, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCIയുടെ സെക്രട്ടറിയാണ് ജയ്ഷ. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നി. ജയ്ഷ അമിത് ഷായുടെ മകനാണ്. ജയ്ഷ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൊണാക്കോ ഗ്രാൻഡ് അതിപ്പോ വേണ്ട, ഫോർമുല 1 റേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അത് റേസ് കഴിഞ്ഞതിന് ശേഷം ആര് ജയിച്ചത് നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. എല്ലാവരും വീഡിയോ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുക. നന്നായിട്ട് എഡിറ്റോറിയലൊക്കെ വായിച്ച് മനസ്സിലാക്കുക.